അയലത്തെ ശത്രു ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞു കയറി തമ്പടിച്ച് വെല്ലുവിളിച്ചപ്പോൾ ദുഷ്കരമായ സാഹചര്യത്തിൽ ഇന്ത്യ നൽകിയ മറുപടി ജൂലൈ 26-ന് കാർഗിൽ വിജയദിനമായി ആചരിക്കുന്നു. ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാന മേഖലയാണ് കാർഗിൽ. ശൈത്യകാലം പിടിമുറുക്കുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും സൈന്യം അവിടെ പെട്രോളിംഗ് അവസാനിപ്പിക്കും. ഇത് മുതലെടുത്തായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. 1999-ൽ പാകിസ്ഥാന്റെ കൊടും ചതിക്ക് ഇന്ത്യ നൽകിയ മറുപടി ഇന്ത്യ ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏടാണ്. തണുത്തുറഞ്ഞ കാർഗിലിലെ ഉയരമേറിയ കുന്നുകളിൽ ഒളിച്ചിരുന്ന പാക് സൈന്യം ഇന്ത്യൻ ഭൂമിയിൽ കടന്നുകയറുകയായിരുന്നു. പ്രദേശത്തെ ആട്ടിടയന്മാരാണ് പാക് പട്ടാളത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. വേഷം മാറിയെത്തിയ പാക് പട്ടാളം മലനിരകളിൽ തുഴഞ്ഞുകയറുകയായിരുന്നു. സ്ഥലത്ത് പെട്രോളിങ്ങിനിറങ്ങിയ ക്യാപ്റ്റൻ സൗരവ് കാലിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് മടങ്ങിയെത്തിയില്ല. അപകടം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സൈന്യം ആ നിർണായക ദൗത്യത്തിന് തുടക്കം കുറിച്ചു. ഓപ്പറേഷൻ വിജയ് എന്ന ഇന്ത്യൻ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർത്ത ദൗത്യത്തിന് ഇടക്കാലത്ത് രൂപം കൊണ്ട സൗഹൃദത്തിന്റെ മറവിൽ പാകിസ്ഥാൻ നടത്തിയ കൊടും ചതി കൊണ്ടുചെന്നെത്തിച്ചത് രക്തരൂഷിത യുദ്ധത്തിലേക്കാണ്. മലമുകളിൽ നുഴഞ്ഞുകയറിയ ശത്രുവിനെ താഴെ നിന്ന് നേരിടുക എന്ന ദുഷ്കരമായ ദൗത്യം. കരസേന പാക് ബങ്കറുകൾ തകർത്തെറിഞ്ഞപ്പോൾ വ്യോമസേനയും ശത്രുവിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. ഇന്ത്യയുടെ പോർവിമാനങ്ങൾ മലനിരകളിലെ പാക് കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണം നടത്തി. ഹിമാലയത്തോളം ഉറപ്പുള്ള ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് സൈന്യം പിന്തിരിഞ്ഞോടി. 2 മാസവും 3 ആഴ്ചയും നീണ്ട യുദ്ധത്തിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചത് 527 സൈനികരാണ്. 140 കോടി ഭാരതീയരുടെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്ന പോരാട്ട വീര്യമാണ് കാർഗിൽ. 1999 മെയ് 3-ന് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം ആട്ടിടയന്മാർ അറിയിക്കുന്നു. മെയ് 10-ന് ദ്രാസ്, കസ്കർ, മുഷ്കോ മേഖലകളിലും നുഴഞ്ഞുകയറ്റം കണ്ടെത്തി. ജൂൺ 9-ന് കരസേന ബാലിസ്റ്റിക് സെക്ടറിലെ 2 സുപ്രധാന സ്ഥാനങ്ങൾ തിരിച്ചുപിടിച്ചു. ജൂൺ 13-ന് നുഴഞ്ഞുകയറിയ ശത്രുവിനെ തുരത്തി ദ്രാസിലെ ടോട്ടോലിംഗ് ഇന്ത്യ തിരിച്ചുപിടിച്ചു. ജൂൺ 29-ന് കരസേന 2 സുപ്രധാന പോസ്റ്റുകൾ കൈവശപ്പെടുത്തി. ടൈഗർ ഹില്ലിനടുത്തുള്ള .5060യും .5100യും ജൂലൈ 4-ന് 11 മണിക്കൂർ പോരാട്ടത്തിന് ശേഷം ഇന്ത്യൻ കരസേന ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കുന്നു. ജൂലൈ 7-ന് ബദാലിക്കയിലെ ജുബാർ കുന്നുകൾ ഇന്ത്യ തിരിച്ചുപിടിച്ചു. ജൂലൈ 11-ന് ഇന്ത്യയുടെ സൈനിക കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ പിന്മാറി തുടങ്ങി. ഇന്ത്യ ബദാലിക്കയിലെ പ്രധാന കുന്നുകളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. ജൂലൈ 14-ന് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഓപ്പറേഷൻ വിജയ് വിജയകരമെന്ന് പ്രഖ്യാപിച്ചു. ജൂലൈ 26-ന് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. ഇന്ത്യൻ കരസേന പാകിസ്ഥാൻ സൈനികരെ തുരത്തി സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചു. ആവേശമായി ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മയാണ് കാർഗിൽ. അമൃത ന്യൂസ്, ന്യൂഡൽഹി.